ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പാർവതിയും ഗോപിനാഥും കൂടി ചില കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. തൻ്റെ ഉള്ളിലെ ചില സംശയങ്ങൾ ഗോപിനാഥിനോട് പറയുകയാണ് പാർവതി. മറ്റാരെക്കുറിച്ചല്ല, പ്രഭാവതി അമ്മയെക്കുറിച്ച് തന്നെ. ഈ മാജിക് ബോക്സിനെ കുറിച്ച് സംസാരിക്കുമ്പോഴും അത് കയ്യിലിരിക്കുമ്പോഴുമെല്ലാം പ്രഭാവതി അമ്മയുടെ മുഖത്ത് ഒരു വെപ്രാളവും അസ്വസ്ഥതയുമൊക്കെ ഞാൻ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ബോക്സിൽ നിന്നും ഇന്നലെ പ്രത്യേക തരം ഒരു ശബ്ദം ഞാൻ കേട്ടിരുന്നു. ഞാൻ നോക്കുമ്പോൾ ബോക്സിൽ നിന്ന് വരുന്ന ശബ്ദം കേട്ടിട്ട് പ്രഭാവതിയമ്മ ഈ ബോക്സ് തുറക്കാൻ ശ്രമിച്ചു. അപ്പോൾ എൻ്റെ ഒപ്പം വിശാൽ സാർ ഉണ്ടായിരുന്നു. എന്നെയും വിശാൽ സാറിനെയും കണ്ടപ്പോൾ പെട്ടെന്ന് പ്രഭാവതിയമ്മ ബോക്സ് തുറക്കാനുള്ള ശ്രമം ഉപേക്ഷിച്ചിട്ട് ഒന്നും അറിയാത്ത മട്ടിൽ നിൽക്കുകയായിരുന്നു. എന്നിട്ട് ഞങ്ങളോട് സംസാരിക്കാനും തുടങ്ങി. എനിക്ക് സംശയമുണ്ട്, പ്രഭാവതിയമ്മയ്ക്ക് ഈ ബോക്സുമായിട്ട് എന്തോ ഒരു ബന്ധമുണ്ടെന്ന്. ഈ സമയം ഗോപിനാഥ് വിചാരിക്കുന്നുണ്ട്, പാർവതി എന്തായാലും ബുദ്ധിസാമർഥ്യമുള്ള കുട്ടിയാണ്, ഇവളുടെ ചിന്താഗതിയെ സമ്മതിക്കണം. എന്താ അച്ഛൻ ചിന്തിക്കുന്നത് എന്ന് പാർവതി ചോദിച്ചപ്പോൾ ഗോപിനാഥ് പറയുന്നു, അല്ല, മോൾക്ക് തോന്നിയ ഈ സംശയം മോള് വിശാലിനോട് ഡിസ്കസ് ചെയ്തായിരുന്നോ? ഇല്ല എന്ന് പാർവതി പറഞ്ഞപ്പോൾ ഗോപിനാഥ് വീണ്ടും പറയുന്നുണ്ട്, അത് ഏതായാലും നന്നായി. ഈ ബോക്സിനെ കുറിച്ച് മോളുടെ മനസ്സിൽ പ്രഭാവതിയെക്കുറിച്ച് ഒരു സംശയമുണ്ടെന്നും വിശാലിനോട് സംസാരിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യരുത്. അതെന്താ അച്ഛൻ അങ്ങനെ പറഞ്ഞത് എന്ന് പാർവതി ചോദിച്ചപ്പോൾ വീണ്ടും ഗോപിനാഥ് പറയുന്നുണ്ട്, മോളെ, പ്രഭാവതിയെ വിശാലിന് ജീവന തുല്യം വിശ്വാസമാണ്. അവൻ അങ്ങനെ അന്ധമായി വിശ്വസിക്കുമ്പോൾ നീ ഇതിനെക്കുറിച്ച് സംസാരിച്ചാൽ നിന്റെ വാക്ക് ഒരിക്കലും വിശാൽ വിശ്വസിച്ചു എന്ന് വരില്ല. മാത്രമല്ല, ഇതിന്റെ പേരിൽ കലഹവും അകൽച്ചയും ഒക്കെ ഉണ്ടാവാനും സാധ്യതയുണ്ട്. പാർവതി പറയുന്നു, എനിക്കും അങ്ങനെ തോന്നി. അതുകൊണ്ടാണ് ഞാൻ വിശാൽ സാറിനോട് ഇതൊക്കെ സംസാരിക്കാൻ മടിച്ചതും. പ്രഭാവതിക്കും ഈ മാജിക് ബോക്സിനും തമ്മിൽ എന്താണ് ബന്ധം? അത് കേട്ടിട്ട് പ്രഭാവതി എന്തിനാണ് ടെൻഷനാകുന്നത്? പ്രഭാവതിക്ക് പരിഭ്രമം ഉണ്ടാകുന്ന വിധത്തിൽ എന്ത് രഹസ്യമായിരിക്കും ഇതിനുള്ളിൽ ഉണ്ടാവുന്നത് എന്നൊക്കെ ഗോപിനാഥ് പറഞ്ഞപ്പോൾ പാർവതി പറയുന്നു, അതിനൊക്കെയുള്ള ഉത്തരം കിട്ടണമെങ്കിൽ ഈ ബോക്സ് ഓപ്പൺ ചെയ്യണം. ഇത് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഇതിന്റെ വിരലടയാളം വേണം. അത് എങ്ങനെ കണ്ടുപിടിക്കുമെന്നുള്ള ചിന്തയിലാണ് ഞാനിപ്പോൾ. എന്തായാലും നിങ്ങൾ ലക്ഷ്മിപുരത്തേക്ക് പോവുകയല്ലേ? അവിടെ നിന്ന് ഏതായാലും ഗായത്രി ദേവിയുടെ വിരലടയാളം കിട്ടാതിരിക്കില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ അവിടെ നിന്ന് വിരലടയാളം കിട്ടിയാൽ നമ്മുടെ എല്ലാ ചോദ്യത്തിനുമുള്ള ഉത്തരമാവുമല്ലോ എന്നും ഗോപിനാഥ് പറയുന്നു. ഞാൻ അതിനെ ശ്രമിക്കാച്ച, ഏതായാലും എത്ര പരിശ്രമിച്ചിട്ടായാലും ഈ ബോക്സ് ഓപ്പൺ ചെയ്യണം. ഞാൻ ഇത് കണ്ടുപിടിക്കും. ദേവമ്മയുടെ യഥാർത്ഥ കൊലപാതകി ആരാണെന്ന് ഞാൻ കണ്ടെത്തുമെന്നും പാർവതി പറയുന്നുണ്ട്. അത് ആരായാലും അയാളെ ഞാൻ കണ്ടെത്തി നിയമത്തിന് മുന്നിൽ എത്തിച്ച് അയാൾക്ക് പരമാവധി ശിക്ഷ ഞാൻ വാങ്ങിച്ചു കൊടുത്തിരിക്കുമെന്നും പാർവതി പറയുന്നു. ഇത് കേട്ടിട്ട് ഗോപിനാഥ് പറയുന്നുണ്ട്, മോളെ, നീ സൂക്ഷിക്കണമെന്ന്. ഉദയനുരമ്മ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ ആരെയാച്ചാ പേടിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് ധൈര്യത്തോടെ പാർവതി അവിടെ നിന്ന് പോയപ്പോൾ ടെൻഷനോടെ നിൽക്കുകയാണ് ഗോപിനാഥ്. പിന്നീട് കാണിക്കുന്നത് രാത്രിയിൽ വിശാൽ ഇങ്ങനെ ഓരോ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പാർവതി നല്ല ഉറക്കത്തിലുമാണ്. പാർവതി ഉണർന്നു നോക്കിയപ്പോൾ അരികിൽ വിശാലില്ല. വിശാൽ അവിടെ ഇരുന്ന് വർക്ക് ചെയ്യുകയാണ്. പെട്ടെന്ന് പാർവതി എണീറ്റിട്ട് വിശാലിന്റെ അരികിലേക്ക് പോയിട്ട് ചോദിക്കുന്നു, സാർ ഇതുവരെ ഉറങ്ങിയില്ലേ? സമയം എത്ര എന്നാ വിചാരം? മണി 2:10 എന്ന് വിശാൽ. ഓ, 2 മണി കഴിഞ്ഞോ? ഇത്രയും നേരമായിട്ടും സാറ് എന്താ കമ്പ്യൂട്ടറിൽ ഗഹനമായി നോക്കിക്കൊണ്ടിരിക്കുന്നത്? എനിക്കേട്ട് വിശാൽ പറയുന്നു, ഞാൻ ഈ കൈരേഖ ശാസ്ത്രത്തിലെ പബ്ലിഷ് ചെയ്ത ചില ഗവേഷണ ലേഖനങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതിപ്പോൾ സാറ് തിരയുന്നത് ദേവമ്മയുടെ എന്ന് പാർവതി ചോദിക്കുന്നുണ്ട്. അപ്പോൾ വിശാൽ പറയുന്നു, അതെ, അത് തന്നെയാണ് എൻ്റെ ലക്ഷ്യം. നമ്മൾ ലക്ഷ്മിപുരത്ത് ചെന്നാൽ അമ്മയുടെ വിരലടയാളം കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ്. അത് ചിലപ്പോൾ ഏതെങ്കിലും രേഖയിലായിരിക്കും. അമ്മയുടെ വിരലടയാളം കിട്ടിയാൽ തന്നെ അത് എങ്ങനെ ഉപയോഗിക്കുമെന്ന് പരിശോധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ. എന്നിട്ട് എന്തായി? അമ്മയുടെ വിരലടയാളം ഉപയോഗിച്ച് ആ മാജിക് ബോക്സിനുള്ള മെമ്മറി കാർഡ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടിയോ എന്ന് പാർവതി ചോദിക്കുന്നുണ്ട്. കിട്ടിയിട്ടുണ്ട്, അത് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് വിശാൽ പാർവതിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ പിടികിട്ടിയില്ല എന്ന് വിശാൽ. നമുക്ക് ഈ മാർഗം ഒന്ന് പരീക്ഷിച്ചു നോക്കാമെന്ന് വിശാൽ പറയുന്നുണ്ട്. ഒരു പ്രതീക്ഷയോടെ നിൽക്കുകയാണ് പാർവതി. പിന്നീട് കാണിക്കുന്നത് രാവിലെ കിച്ചണിൽ നിന്ന് വെജിറ്റബിളൊക്കെ കട്ട് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് പാർവതി. വിശാൽ സന്തോഷത്തോടെ പാർവതിയുടെ അടുത്തേക്ക് വന്നിട്ട് ഇത് നീ പിടിച്ചു എന്ന് പറഞ്ഞ് കുറെ കവറുകൾ പാർവതി ഏൽപ്പിക്കുന്നുണ്ട്. ഇത് എന്താണെന്ന് പാർവതി ചോദിച്ചപ്പോൾ വിശാൽ പറയുന്നു, ഇത് കുറെ ഡ്രസ്സാണ്. ഇതിനുള്ളിൽ തനിക്ക് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ഉണ്ട്, വാങ്ങിക്കേ എന്ന് പറഞ്ഞ് പാർവതിക്ക് കൊടുത്തു. സർപ്രൈസ് ഗിഫ്റ്റോ? സാരിയാണോ എന്ന് പാർവതി. അതെ, വെറും സാരിയല്ല, മത്താപ്പ് പോലത്തെ ഒരു 1-ാം തരം പട്ടുസാരി തന്നെയാണെന്ന് വിശാൽ. പട്ടുസാരിയോ? ഇതൊക്കെ എന്തിനാ വാങ്ങിയതെന്ന് പാർവതി ചോദിക്കുന്നു. എടോ, താൻ ആദ്യമായിട്ട് എൻ്റെ അമ്മയുടെ നാട്ടിലേക്ക് പോവല്ലേ? അവിടുത്തെ നാട്ടുകാരെ തന്നെ ആദ്യമായിട്ട് കാണാൻ പോവല്ലേ? നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ഒരു നാട് മുഴുവനും തന്നെ കാണാനായിട്ട് അവിടെ വന്ന് നിൽക്കും. അന്നേരം ഗായത്രി അമ്മയുടെ മരുമകൾ ഗായത്രി അമ്മയെ പോലെ തന്നെ സുന്ദരിയായിട്ടിരിക്കണ്ടേ?
അതിനു വേണ്ടിയാണ് ഞാൻ ഈ പട്ടുസാരി വാങ്ങിക്കൊണ്ട് വന്നതെന്നും വിശാൽ പറയുന്നു. എന്തിനാ സാർ ഇങ്ങനെ ക്യാഷ് പാഴാക്കുന്നത്? എനിക്ക് ഇപ്പോൾ തന്നെ ഒരുപാട് സാരി ഉണ്ടല്ലോ എന്ന് പാർവതി പറഞ്ഞപ്പോൾ വിശാൽ പറയുന്നു, എടോ പാർവതി, ഇത് തനിക്ക് ഞാൻ മനസ്സ് നിറഞ്ഞ് തനിക്ക് നൽകുന്ന സമ്മാനമാണ്. അതിനുവേണ്ടി എത്ര പണം ചിലവാക്കിയാലും എനിക്കത് ഒരു വിഷയമില്ല. അതുകൊണ്ട് താൻ ആ ചിന്ത അങ്ങ് വിട്ടേക്ക്. ശരി, സമ്മാനം എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. അങ്ങനെ പാർവതി അത് നോക്കാൻ പോകുമ്പോൾ വിശാൽ പറയുന്നു, നിക്കി അത് തുറക്കുന്നതിന് മുമ്പ് ഒരു ഗെയിമുണ്ട്. ഗെയിമോ എന്ന് പറഞ്ഞ് സംശയത്തോടെ പാർവതി നിന്നപ്പോൾ വിശാൽ പറയുന്നു, അതെ, താൻ ആ ബോക്സ് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് ഇതിനുള്ളിലെ സാരിയുടെ നിറം എന്താണെന്ന് പറയണം. പറഞ്ഞാൽ എന്ന് പാർവതി പറഞ്ഞപ്പോൾ വിശാൽ പറയുന്നു, പറഞ്ഞാൽ ആ നിറം കൃത്യമായാൽ തന്നെ കെട്ടിപ്പിടിച്ചൊരു മുദ്ദുകൗ. ചിരിച്ചുകൊണ്ട് പാർവതി പറയുന്നു, അത് കൊള്ളാലോ. വീണ്ടും വിശാൽ പറയുന്നു, തീർന്നില്ല. താൻ പറയുന്നത് തെറ്റാണെങ്കിൽ താൻ ഒരു ചുംബനം എനിക്ക് തരണം. ശരി ആയിക്കോട്ടെ എന്ന് പാർവതിയും. അപ്പോൾ എന്താ സാരിയുടെ നിറമെന്ന് വിശാൽ ചോദിച്ചപ്പോൾ പാർവതി പറയുന്നു, പച്ചയെന്ന്. എന്നിട്ട് പാർവതി ആ ബോക്സ് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ റെഡാണ്. അങ്ങനെ വിശാൽ ഇങ്ങനെ പാർവതിയെ നോക്കുന്നുണ്ട്. രണ്ടുപേരും ഇങ്ങനെ കണ്ണോട് കണ്ണ് റൊമാൻസോടെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയം നാണത്തോടെ നിൽക്കുകയാണ് പാർവതി. വിശാൽ തൻ്റെ കവിൾ തൊട്ട് കാണിക്കുന്നു. വിശാലിൻ്റെ കവിളിലേക്ക് പിടിച്ച് വിശാലിൻ്റെ നെറ്റിയിലൊരു ചുംബനം കൊടുക്കുകയാണ് പാർവതി. ബാക്കിയുള്ള സാരികളെ ഇവിടുത്തെ സ്ത്രീജനങ്ങൾക്കുള്ളതാണ് എന്ന് വിശാൽ പറയുന്നുണ്ട്. വിശാൽ പോയപ്പോൾ നാണത്തോടെ നിൽക്കുകയാണ് പാർവതി. ഒരു കള്ള ചിരിയേക്ക് ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു. ശേഷം കാണിക്കുന്നത് പല്ലവി മുറിയിൽ നിന്ന് മുടിയേക്ക് ചീക്കൊണ്ട് നിൽക്കുന്ന സമയം പാർവതി പല്ലവിയുടെ മുറിയിലേക്ക് വന്നിട്ട് പല്ലവിയെ വിളിച്ച്, ഞാൻ നിനക്കൊരു സാരി തരാൻ വന്നതാണെന്ന് പറയുന്നു. സാരിയോ എനിക്കോ എന്ന് പല്ലവി. അപ്പോൾ ചേച്ചിക്ക് എന്നോട് സ്നേഹമുണ്ട് എന്ന് പല്ലവി പറഞ്ഞപ്പോൾ പാർവതി പറയുന്നു, എനിക്ക് നിന്നോട് എപ്പോഴും സ്നേഹം മാത്രമേ ഉള്ളൂ. മനസ്സിൽ നിന്നെക്കുറിച്ചുള്ള കരുതലേ ഉള്ളൂ. നിന്നെ ഞാൻ അതിര് കടന്ന് വഴക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശാസിച്ചിട്ടുണ്ടെങ്കിലും അതെപ്പോഴും നിന്റെ ഭാവിയെക്കുറിച്ചുള്ള എൻ്റെ ചിന്ത കൊണ്ടാണ്. അതൊക്കെ നീ മറന്നേക്ക്. ഇതിലൊരു സാരി നീ ഉടുക്കും. ലക്ഷ്മിപുരത്തേക്ക് പോകുന്നത് പ്രമാണിച്ച് വിശാൽ സാറ് ഇവിടെ എല്ലാവർക്കും വാങ്ങിക്കൊണ്ട് വന്നതാണ് ഈ സാരി. ഇഷ്ടമുള്ളത് എടുക്കുക എന്ന് പറഞ്ഞിട്ട് ആ കവർ മുഴുവനായിട്ടും പല്ലവിയുടെ കയ്യിൽ കൊടുക്കുകയാണ് പാർവതി. ആദ്യത്തെ സാരി അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ രണ്ടാമത്തെ ബോക്സ് എടുത്തോ. എന്നാൽ ആ സാരി വിശാല് പാർവതിക്ക് വേണ്ടി വാങ്ങിയ ആ സാരിയായിരുന്നു. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പല്ലവി പറഞ്ഞു. അയ്യോ മോളെ, ഇതെനിക്ക് വിശാൽ സാർ വാങ്ങിച്ചു തന്നാണെന്ന് പാർവതി പറഞ്ഞപ്പോൾ ഞാനിത് മോളെ കാണിക്കാൻ കൊണ്ടുവന്നതാണെന്നും പറയുന്നു. വിശാൽ സാർ ഇവൾക്ക് വാങ്ങിയതാണെങ്കിൽ ഇതിന് വലിയ വിലയുണ്ടാവുമല്ലോ. എന്നാൽ ഈ സാരി എനിക്ക് തന്നെ വേണോ എന്ന് പല്ലവി വിചാരിക്കുന്നു. മോളെ, ഈ സാരി മാറ്റി വെച്ചിട്ട് വേറെ ഏത് വേണമെങ്കിലും എടുത്തോളൂ എന്നും പാർവതി പറയുന്നുണ്ട്. ഇത് നല്ല ഭംഗിയുണ്ട്. ഇതുപോലെ ഒരു സാരി ഞാൻ ആഗ്രഹിച്ചിരുന്നതാണ്. എൻ്റെ പൊന്ന് ചേച്ചിയല്ലേ, എനിക്കിത് തരൂ എന്നൊക്കെ പല്ലവി ചോദിക്കുന്നു. എന്നോട് സ്നേഹമുണ്ടെങ്കിൽ ചേച്ചി ഇതെനിക്ക് തരും. ചേച്ചിക്ക് ഈ സാരിയാണോ മുഖ്യം, പല്ലവിയാണോ മുഖ്യം എന്നും ചോദിക്കുന്നു. മോളെ, അത് എനിക്ക് നീ തന്നെയാണ് മുഖ്യം. പക്ഷേ വിശാൽ സാറ് എന്നൊക്കെ പാർവതി പറയുന്നു. സാറിനോടൊക്കെ ഞാൻ പറഞ്ഞോളാം, ഈ സാരി ഞാൻ എടുക്കുകയാണ് എന്ന് പറഞ്ഞ് ബാക്കിയുള്ളതെല്ലാം കവറിൽ വെക്കുകയാണ് പല്ലവി. ചേച്ചി ഇതൊക്കെ മറ്റുള്ളവർക്ക് കൊടുത്തേക്ക്, ചേച്ചി ചെല്ല് ചേച്ചി എന്നൊക്കെ പറഞ്ഞ് പാർവതിയെ പല്ലവി പറഞ്ഞയക്കുന്നു. സാർ ഇഷ്ടത്തോടെ വാങ്ങിക്കൊണ്ട് വന്ന സാരിയാണല്ലോ പല്ലവി കൊടുത്തത്. സാറിനത് വിഷമാവുമെന്നും പാർവതി വിചാരിക്കുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് മറ്റൊരു സ്ഥലത്ത് ഒരു തറവാട് വീട്. അതിൽ ആ ഭാഗത്തേക്ക് കുറച്ച് ആളുകൾ വന്നിട്ട് വീട് തുറന്നു. വീട് വൃത്തിയാക്കാൻ വന്നതായിരിക്കാം. അത് ഗായത്രിയുടെ വീട് തന്നെയാണ്. ഇതുവരെ അടച്ചു പൂട്ടിയിട്ടിരുന്ന വീടാണ്. ഇത് പെട്ടെന്ന് അടിച്ച് വൃത്തിയാക്കി തൂത്തുവാരി പുത്തൻ വീട് പോലെയാക്കണം. ഗായത്രി അമ്മയുടെ ഭർത്താവും കുടുംബവും എപ്പോൾ വേണമെങ്കിലും വരാം എന്ന് അതിലൊരാൾ പറയുന്നുണ്ട്. ഇത് അപ്പടി പൊടി പിടിച്ച് കിടക്കുകയാണല്ലോ, ഇത് പെട്ടെന്ന് വൃത്തിയാക്കുക എന്നൊക്കെ പറഞ്ഞാൽ എന്ന് ഒരാൾ ചോദിച്ചപ്പോൾ ഇദ്ദേഹം പറയുന്നു, വൃത്തിയാക്കണം, അതുകൊണ്ടാണ് നിന്റെയൊക്കെ ആളെണ്ണം കൂട്ടിയത്. ശരി അങ്ങുന്നേ എന്ന് അയാളും പറയുന്നുണ്ട്. ചുവരിൽ ഗായത്രിയുടെ ഒരു ഫോട്ടോ ഇരിപ്പുണ്ടായിരുന്നു. അദ്ദേഹം അതിലേക്ക് നോക്കിയിട്ട്, ഗായത്രി അമ്മ ജീവിച്ചിരുന്നത് വരെ ഈ വീട് ഒരു സ്വർഗമായിരുന്നു. അവർ പോയതോടെ എല്ലാം കഴിഞ്ഞു. ആരും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാതെയായി. ആദ്യമൊക്കെ വല്ലപ്പോഴും ഗോപി സാർ വരുമായിരുന്നു. ഇപ്പോൾ സാർ വന്നിട്ടും വർഷങ്ങളായി. ഗായത്രി അമ്മ ഈ നാട്ടുകാർക്ക് ശരിക്കും ദൈവത്തെ പോലെയായിരുന്നു. ആരെന്ത് സഹായം ചോദിച്ചാലും കൈയടിച്ച് സഹായിക്കും. അത് മാത്രമല്ല, ഇനിയിപ്പോൾ ഈ നാട്ടിൽ ഇവിടെ ആരെങ്കിലും പട്ടിണി കിടന്നു എന്നറിഞ്ഞാൽ ആ വിവരം ഗായത്രി അമ്മയുടെ ചെവിയിലെത്തിയാലും അമ്മ അവിടെ എത്തിയിട്ട് അവരുടെ പട്ടിണി മാറ്റിക്കൊടുക്കും. അവർ ജീവിച്ചിരുന്നപ്പോൾ ഇവിടെ എന്തിനും ഏതിനും അവരുണ്ടായാൽ മതിയായിരുന്നു. ഈ നാട്ടിലെ പോലീസും കോടതിയും എല്ലാം അമ്മയായിരുന്നു. അത്രയ്ക്ക് ധർമ്മവും നന്മയും കരുണയുമുള്ള സ്ത്രീയായിരുന്നു ഗായത്രി അമ്മ. അവരെ പോലൊരു സ്ത്രീയെ ഈ നാട് ഇനി കണി കാണാൻ പോലും കിട്ടില്ല. അതൊരു കാലം. അല്ലെങ്കിലും നന്മയുള്ളവർക്ക് ഈ നാട്ടിൽ, ഈ ഭൂമിയിൽ അധിക ആയുസ്സുണ്ടാവില്ലല്ലോ. കുറച്ചു നാൾ കഴിയുമ്പോൾ ഈശ്വരൻ അയാളെ വിളിക്കും. ഗായത്രി അമ്മയുടെ നഷ്ടം ഈ നാടിൻ്റെ നഷ്ടം. എന്നാ പിന്നെ പണി തുടങ്ങട്ടെ എന്ന് എല്ലാവരോടും പറയുകയാണ് അദ്ദേഹം. അങ്ങനെ ആ വീട് അടിച്ചുവാരി വൃത്തിയാക്കാൻ വന്നിരിക്കുകയാണ് എല്ലാവരും. ഈ സമയം ഗായത്രി നിലയത്തിൽ ആ വീട്ടിൽ അവിടുന്ന് നിലവിളക്കിൽ പാർവതി തിരി തെളിയിച്ചിട്ട് അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മ ജനിച്ചു വളർന്ന അമ്മയുടെ വീട്ടിലേക്ക്, അമ്മയുടെ മരുമകളായി ഞാൻ ആദ്യമായിട്ട് പോവാൻ പോവുകയാണ്.
അതിൻ്റെ വലിയ സന്തോഷത്തിലാണ് ഞാൻ. പിന്നെ ഈ വരവിൽ എനിക്കൊരു വലിയ ലക്ഷ്യം കൂടി സാധിക്കാനുണ്ട്. അമ്മയെ ഈ ഭൂമിയിൽ നിന്നും ഇല്ലാണ്ടാക്കിയവരെ, ആ മഹാപാപികളെ എനിക്ക് കണ്ടെത്തണം. അവരോട് എനിക്ക് പ്രതികാരം ചെയ്യണം. അവർക്ക് തക്കതായ ശിക്ഷ തന്നെ ഞാൻ വാങ്ങിച്ചു കൊടുക്കും. അതിനുവേണ്ടി അമ്മ എന്നെ സഹായിക്കണം. എനിക്ക് കൂട്ടായിട്ട് അമ്മ എന്നും ഉണ്ടാവണം. എന്നെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞ് പാർവതി പ്രാർത്ഥിക്കുമ്പോൾ ഇതെല്ലാം വിശാൽ കേൾക്കുന്നുണ്ട്. ഒളിഞ്ഞു നിന്ന് പ്രഭാവതിയും കേൾക്കുന്നു. വിശാൽ പാർവതിയുടെ അരികിലേക്ക് വന്നിട്ട്, പാർവതി, നിന്റെ പ്രാർത്ഥനയും ആഗ്രഹവും അമ്മ സാധിച്ചു തരുമെന്ന് പറയുന്നു. അമ്മയെ കൊലപ്പെടുത്തിയവരെ നമ്മൾ തീർച്ചയായിട്ടും കണ്ടെത്തുകയും ചെയ്യുമെന്നും വിശാൽ പാർവതിയോട് പറയുന്നുണ്ട്. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.